ഇന്ന് ഞാനൊരു നാടോടി കഥയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ കഥയിലൊരു കൃഷിക്കാരനുണ്ട്. അയാളുടെ പേര് പൊന്നപ്പൻ എന്നായിരുന്നു. പൊന്നപ്പൻ വളരെ പാവപ്പെട്ട ഒരാളായിരുന്നു. ഒരു ചെറിയ കുടിലാണ് താമസം. എന്നാൽ ഇയാൾ വളരെ ദയാലുവായ ഒരാളായിരുന്നു. ഇയാളുടെ ജ്യേഷ്ഠനുണ്ട്. ജ്യേഷ്ഠൻ്റെ പേര് കണ്ണപ്പൻ എന്നാണ്. കണ്ണപ്പന് നല്ല പണക്കാരനാണ്. കുറച്ച് ദൂരെ മാറി വലിയൊരു വീട്ടിലാണ് താമസം. കണ്ണപ്പന് കുറേ പശുക്കളും ഒരുപാട് കൃഷിസ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ തൻ്റെ സഹോദരനായ പൊന്നപ്പനെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ഇല്ല. എന്തായാലും ഇങ്ങനെ കാലം കഴിഞ്ഞു പോയി. ഒരു ദിവസം നല്ല തണുപ്പുള്ള ഒരു രാത്രിയിൽ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അന്ന് മഴയത്ത് ഈ കണ്ണപ്പൻ്റെ വീടിൻ്റെ വാതിക്കൽ വളരെ പ്രായം ചെന്നൊരു സന്യാസി ചെന്നു. വാതിൽ മുട്ടി. അപ്പോൾ കണ്ണപ്പൻ്റെ വേലക്കാരൻ ചെന്ന് വാല് തുറന്നു. അപ്പോൾ ആ സന്യാസി പറഞ്ഞു, മോനെ, ഞാൻ ഒരുപാട് ദൂരെ നിന്ന് നടന്നു വരികയാണ്. രാത്രിയായി. എനിക്ക് കയറി കിടക്കാൻ ഒരു ഇത്തിരി സ്ഥലവും ഒരു പിടി ഭക്ഷണവും തരണേ. അപ്പോൾ കണ്ണപ്പൻ്റെ ജോലിക്കാരനോട് തന്നെ കണ്ണപ്പനോട് ചെന്ന് പറഞ്ഞു. കണ്ണപ്പൻ പറഞ്ഞു, വേണ്ട, ഇങ്ങോട്ട് ആരെയും കടത്തി വിടുകയേ വേണ്ട. ജോലിക്കാരൻ അതുപോലെ ചെന്ന് ഈ വൃദ്ധനോട് പറഞ്ഞു, ഇവിടെ യജമാനൻ പറയുന്നുണ്ട് ആരെയും കടത്തി വിടണ്ടെന്ന്. അപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു, അങ്ങനെ പറയരുതേ, നല്ല ഇരുട്ടല്ലേ, നല്ല മഴയും പെയ്യുന്നുണ്ട്. എന്നോട് ദയ കാണിക്കാനൊന്ന് നിൻ്റെ യജമാനോട് പറയൂ. അപ്പോൾ ഈ യജമാനൻ തന്നെ ഇറങ്ങി വന്നു, നമ്മുടെ കണ്ണപ്പൻ തന്നെ ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ സത്രമൊന്നും അല്ല, വഴിയെ പോകുന്നവർക്കൊക്കെ കയറി കിടക്കാൻ. ഇതെൻ്റെ വീടാണ്. എൻ്റെ വീട്ടിൽ ആവശ്യമില്ലാതെ ഒരാളെ പോലും ഞാൻ കടത്തി വിടുകയില്ല. ഇപ്പോൾ തന്നെ ഇറങ്ങി പൊക്കോണം. അങ്ങനെ ഈ വൃദ്ധൻ ഈ മഴയത്തേക്ക് ഇറങ്ങിപ്പോയി. അയാൾ കുറേ ദൂരം നടന്നു. അപ്പോൾ നമ്മുടെ പൊന്നപ്പൻ്റെ വീട് കണ്ടു. പൊന്നപ്പൻ്റെ വീടൊരു ചെറിയ കുടിലാണ്. പൊന്നപ്പനും ഭാര്യയും മാത്രമേ ഉള്ളൂ. അവർ ഭക്ഷണമൊക്കെ വിളമ്പി വെച്ച് കഴിക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് ഈ വൃദ്ധൻ വന്ന് വാതിൽ മുട്ടിയത്. പൊന്നപ്പൻ തന്നെ ചെന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ വളരെ പ്രായമുള്ള വൃദ്ധനായ ഒരു സന്യാസിയാണ്. പൊന്നപ്പൻ അയാളെ അകത്തേക്ക് വിളിച്ചു. അയാൾക്ക് മാറാൻ വസ്ത്രമൊക്കെ കൊടുത്തു. എന്നിട്ട് തങ്ങളുടെ ഭക്ഷണത്തിൽ ഒരു പങ്കും കൊടുത്തു. അന്ന് രാത്രി അവിടെ ഉറങ്ങാനും അനുവദിച്ചു. പോകുന്നതിന് മുമ്പായിട്ട് വൃദ്ധൻ പൊന്നപ്പനെ അടുത്ത് വിളിച്ച് അനുഗ്രഹിച്ചു, നീ വളരെ ധനികനായി തീരട്ടെ. അപ്പോൾ പൊന്നപ്പൻ പറഞ്ഞു, അയ്യോ, ഞാൻ എങ്ങനെ ധനികനാവാൻ? എനിക്ക് വളരെ ചെറിയൊരു കൃഷിസ്ഥലമാണ് ഉള്ളത്. എത്ര കൃഷി ചെയ്താലും വലിയ വിളവൊന്നും കിട്ടുന്നില്ല. അവിടെ വെള്ളവുമില്ല, നല്ല വളവുമില്ല. ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ വൃദ്ധൻ പറഞ്ഞു, ഞാൻ നിനക്കൊരു ഓടക്കുഴൽ തരാം. നീ വിത്തിട്ട് കഴിഞ്ഞ് ഈ ഓടക്കുഴൽ വായിക്കണം. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നീ കണ്ടോളൂ. അങ്ങനെ ഈ ഓടക്കുഴലും കൊടുത്തിട്ട് ഈ വൃദ്ധൻ പോയി. നമ്മുടെ പൊന്നപ്പൻ്റെ വീട്ടിൽ കൃഷി ചെയ്യാനുള്ള വിത്ത് പോലും ഇല്ല. വൃദ്ധൻ കൃഷി ചെയ്താൽ ലാഭം ഉണ്ടാകും എന്ന് പറഞ്ഞതുകൊണ്ട് പൊന്നപ്പൻ വിചാരിച്ചു കണ്ണപ്പൻ്റെ വീട്ടിൽ പോയി കുറച്ച് വിത്ത് കടം വാങ്ങാൻ. അങ്ങനെ പൊന്നപ്പൻ കണ്ണപ്പൻ്റെ അടുത്ത് വിത്ത് കടം വാങ്ങാൻ ചെന്നു. വിത്ത് കടം വാങ്ങാൻ ചെന്നപ്പോൾ കണ്ണപ്പൻ പറഞ്ഞു, ശരി, ഞാൻ നിനക്ക് വിത്ത് കടം തരാം, പക്ഷേ എനിക്ക് ഒരു ഉടമ്പടി എഴുതി ഒപ്പിട്ട് തരണം. നിനക്ക് എത്ര കിട്ടുന്നോ അതിൽ 10/9 ഭാഗം എനിക്കും 10/1 ഭാഗം നിനക്കുമായിരിക്കും. പൊന്നപ്പന് സമ്മതിക്കാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. കാരണം ഒരു മണി വിത്ത് പോലും ഇല്ല. കൃഷി ഇറക്കിയിട്ട് 10/1 ഭാഗം കിട്ടിയാൽ പോലും തനിക്ക് അത്യാവശ്യം പണം ഉണ്ടാക്കാമല്ലോ. എന്തായാലും വേറെ മാർഗ്ഗമൊന്നുമില്ലാതെ പൊന്നപ്പൻ ഈ ഉടമ്പടി ഒപ്പിട്ട് കൊടുക്കുകയും ഒരു ചാക്ക് വിത്ത് വാങ്ങിക്കൊണ്ട് വരികയും ചെയ്തു. അങ്ങനെ അയാളെ വിത്ത് വിതച്ചു. വിത്ത് വിതച്ചപ്പോഴാണ് ഈ വൃദ്ധൻ കൊടുത്ത ഓടക്കുഴലിനെ പറ്റി ഓർത്തത്. എന്നിട്ട് അയാൾ ഈ ഓടക്കുഴൽ എടുത്തുകൊണ്ട് വന്ന് പാടത്തിൻ്റെ കരയിലിരുന്ന് വരമ്പിലിരുന്നുകൊണ്ട് ഈ ഓടക്കുഴൽ ഊതാൻ തുടങ്ങി. ഇതും കണ്ടുകൊണ്ടാണ് കണ്ണപ്പൻ അത് വന്നത്. കണ്ണപ്പൻ പൊന്നപ്പനെ കളിയാക്കി ചിരിച്ചു, കൊള്ളാം, നല്ല വിദ്യ, വെള്ളം ഒഴിക്കുന്നതിനും വളമിടുന്നതിനും പകരം ഇവിടുന്ന് ഓടക്കുഴൽ വായിച്ചാൽ മതിയല്ലോ. ഒരു കാര്യമുണ്ട്, എത്ര ലാഭം കിട്ടിയാലും അതിൽ 10/9 എനിക്കാണ്. ഇനി നിനക്ക് ലാഭമൊന്നും കിട്ടിയില്ലെങ്കിൽ നീ ഉണ്ടാക്കുന്ന മുഴുവൻ വിളവും എനിക്ക് തരേണ്ടി വരും. പൊന്നപ്പൻ ഒന്നും മിണ്ടിയില്ല. പാവം, എന്ത് പറയാനാണ്. പിറ്റേന്ന് രാവിലെയും കണ്ണപ്പൻ ആ വഴി വന്നു. പക്ഷേ അത്ഭുതം, ചുറ്റുപാടുമുള്ള പാടങ്ങളിലെ വിത്തൊന്നും മുളച്ചിട്ടില്ല. പക്ഷേ പൊന്നപ്പൻ വിതച്ച വിത്ത് വളർന്ന് കുറച്ച് നീളം വെച്ച് നിൽക്കുന്നു. പൊന്നപ്പനാണെങ്കിൽ വന്നിരുന്ന് ഓടക്കുഴൽ വായിക്കുകയാണ്. അടുത്ത ദിവസം വീണ്ടും കണ്ണപ്പൻ ചെന്ന് നോക്കി. മറ്റു പാടങ്ങളിലെ വിത്തുകളൊക്കെ പതുക്കെ മുള പൊട്ടി വരുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ പൊന്നപ്പൻ്റെ പാടത്തെ നെൽച്ചെടികൾ നല്ല വലിപ്പം വെച്ച് നിൽക്കുന്നു. പൊന്നപ്പൻ ഇരുന്ന് ഓടക്കുഴൽ വായിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ ദിവസവും കണ്ണപ്പൻ ചെന്ന് നോക്കുമ്പോൾ അത്ഭുതപൂർവമായ വളർച്ചയാണ് പൊന്നപ്പൻ്റെ പാടത്തെ കൃഷിക്ക്. അയാൾക്ക് വലിയ അത്ഭുതം തോന്നി. അപ്പോൾ അയാൾ പൊന്നപ്പനോട് ചോദിച്ചു, പൊന്നപ്പ, നിൻ്റെ ഓടക്കുഴൽ എനിക്ക് കുറച്ച് ദിവസത്തേക്ക് കടം തരാമോ? ഞാൻ എൻ്റെ കൃഷിസ്ഥലത്തും കൂടെ ഒന്ന് വിളവുണ്ടാക്കട്ടെ. പൊന്നപ്പൻ ജ്യേഷ്ഠനല്ലേ എന്ന് വിചാരിച്ച് ഓടക്കുഴൽ ജ്യേഷ്ഠന് കടം കൊടുത്തു. അപ്പോഴേക്കും അയാളുടെ നെൽച്ചെടികൾ വിളഞ്ഞ് കതിരുകളൊക്കെ പാകമായി കഴിഞ്ഞിരുന്നു. കൊയ്യാറായി. പൊന്നപ്പൻ പാടം കൊയ്തു. അത് മെതിച്ച് നെല്ലാക്കി വലിയ ചാക്കുകളിൽ കെട്ടി പാടത്ത് അടുക്കി വെച്ചു. ഇനി വേണം ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാൻ. പക്ഷേ പിറ്റേന്ന് രാവിലെ വന്ന് നോക്കുമ്പോൾ അവിടെ 1-2 ചാക്ക് നെല്ലേ ഉള്ളൂ. അതെവിടെ പോയി എന്ന് നോക്കുമ്പോൾ ഉണ്ട് ഒരു കാളവണ്ടിയിൽ കണ്ണപ്പൻ ഇതെല്ലാം എടുത്തുകൊണ്ട് പോന്നു. പൊന്നപ്പൻ പിന്നാലെ ചെന്ന്, ഇതെന്താ ഇത്രയും കൊണ്ടുപോകുന്നത്? അപ്പോൾ കണ്ണപ്പൻ പറഞ്ഞു, 100 ചാക്ക് നെല്ല് കിട്ടുകയാണെങ്കിൽ 90 ചാക്ക് എനിക്കും 10 ചാക്ക് നിനക്കുമല്ലേ കണക്കനുസരിച്ച്.
അപ്പോൾ അതാണിപ്പോൾ സംഭവിച്ചത്. നിനക്ക് 100 ചാക്ക് വിളവ് കിട്ടിയെന്ന് എനിക്കറിയാം. അതിൽ 90 ചാക്ക് ഞാൻ എടുത്തു, 10 ചാക്ക് നിനക്ക് അവിടെ ഇട്ടിട്ടുണ്ട്. പൊന്നപ്പൻ എന്ത് പറയണമെന്ന് അറിയാതായിപ്പോയി. എന്തായാലും അയാൾ വിചാരിച്ച് പോട്ടെ, സാരമില്ല, ജ്യേഷ്ഠനല്ലേ, കൊണ്ടുപോയി. എന്തായാലും 10 ചാക്ക് നെല്ലെങ്കിലും കിട്ടിയില്ല. ഇത് തന്നെ വളരെ കൂടുതലാണ്. താൻ വളരെ കുറച്ച് നെല്ലല്ലേ വിതച്ചുള്ളൂ. ഈ 10 ചാക്കിൽ നിന്ന് കുറച്ചെടുത്ത് വിതയ്ക്കാം. ജ്യേഷ്ഠൻ്റെ കയ്യിൽ നിന്ന് ഓടക്കോയിൽ തിരിച്ചു കൊണ്ടുവന്നിട്ട് അത് ഊതിയാൽ എനിക്ക് വീണ്ടും 100 ചാക്ക് തന്നെ കിട്ടും. അങ്ങനെ എനിക്ക് ജീവിക്കാൻ പറ്റും. പോയത് പോട്ടെ, അതുകൊണ്ട് വിഷമിക്കാനൊന്നുമില്ല. അങ്ങനെ അയാൾ പോയി ജ്യേഷ്ഠനോട് തൻ്റെ ഓടക്കോയിൽ തിരിച്ചു ചോദിച്ചു. അപ്പോൾ കണ്ണപ്പൻ ചോദിച്ചു, ഏത് ഓടക്കോയിൽ? പൊന്നപ്പൻ പറഞ്ഞു, ഞാൻ ജ്യേഷ്ഠനൊരു ഓടക്കോയിൽ ഊതാൻ തന്നില്ലേ, എനിക്ക് സന്യാസം തന്ന കോയിൽ, ആ കോയിൽ. കണ്ണപ്പൻ പറഞ്ഞു, അതാണോ, ഞാൻ അതിൻ്റെ കാര്യമേ മറന്നുപോയായിരുന്നു, ഇതാ ഇപ്പം കൊണ്ട് തന്നേക്കാം എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറിപ്പോയിട്ട് ഓരോ ഓടക്കോയിൽ എടുത്തുകൊണ്ട് വന്ന് പൊന്നപ്പന് കൊടുത്തു. പൊന്നപ്പൻ വേഗം ഓടക്കോയിലും കൊണ്ട് തൻ്റെ പാടത്തേക്ക് പോയി. വീണ്ടും വിത്ത് വിതച്ചു, ഓടക്കോയിൽ ഊതി. പിറ്റേന്ന് വന്ന് നോക്കിയപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല. അന്നും അയാൾ ഓടക്കോയിൽ ഊതി, പിറ്റേന്ന് വന്ന് നോക്കി, ഒന്നും സംഭവിച്ചിട്ടില്ല. സാധാരണ വളരുന്നത് പോലെ നെല്ല് വളരുന്നുള്ളൂ. പൊന്നപ്പന് മനസ്സിലായി ജ്യേഷ്ഠൻ തൻ്റെ ഓടക്കോയിൽ എടുത്തിട്ട് പകരം മറ്റൊന്നാണ്ട് തന്നതെന്ന്. അയാൾ വീണ്ടും ജ്യേഷ്ഠൻ്റെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഓടക്കോയിൽ ഇങ്ങ് തിരിച്ചതാ ചേട്ടാ. ചേട്ടൻ്റെ ആവശ്യത്തിന് നെല്ലുണ്ടല്ലോ, ധാരാളം പണമുണ്ടല്ലോ, അതുകൊണ്ട് എൻ്റെ ഓടക്കോയിൽ ഇങ്ങ് തന്നേക്ക്. കണ്ണപ്പൻ ചോദിച്ചു, ഏത് ഓടക്കോയിൽ? നിൻ്റെ ഓടക്കോയിൽ ഞാൻ തിരിച്ചു തന്നതല്ലേ. പൊന്നപ്പൻ പറഞ്ഞു, ചേട്ടൻ എനിക്ക് തിരിച്ചു തന്നത് വേറെ ഓടക്കോയിലാണ്, എൻ്റെ ഓടക്കോയിൽ എനിക്ക് വേണം. അത് ഊതിയാലേ എനിക്ക് കൃഷിയിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. കണ്ണപ്പൻ പറഞ്ഞു, നിൻ്റെ ഓടക്കോയിൽ തന്നെയാണ് ഞാൻ തിരിച്ചു തന്നത്, അല്ലാതെ വേറെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇതും പറഞ്ഞുകൊണ്ട് ഇനി ഇവിടെ നിൽക്കണ്ട, നീ വേഗം നിൻ്റെ വീട്ടിൽ പോകാൻ നോക്ക്. അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വഴക്കായി. നാട്ടുകാരെല്ലാം ഓടി വന്നപ്പോൾ എല്ലാവരും കണ്ണപ്പൻ്റെ ഭാഗത്താണ്. കണ്ണപ്പൻ ഇങ്ങനെ ചതിയൊന്നും ചെയ്യുകയില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. മാത്രമല്ല, ഇങ്ങനൊരു ഓടക്കോയിലിനെ പറ്റി ആരും കേട്ടിട്ട് പോലുമില്ല. പൊന്നപ്പന് ഒരു തവണ കൃഷി ചെയ്തപ്പോൾ കുറച്ച് വിളവ് കൂടുതലുണ്ടായി. അതിൽ നിന്ന് കണ്ണപ്പന് കടം വാങ്ങിയ സാധനങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടി വന്നു. അതല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പൊന്നപ്പൻ എത്ര പറഞ്ഞിട്ടും ആരും ഒന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല. അവസാനം അയാൾ സങ്കടപ്പെട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് വീണ്ടും അയാൾ ആ വൃദ്ധനെ കണ്ടു. വൃദ്ധൻ ചോദിച്ചു, നിൻ്റെ കൃഷിയൊക്കെ ലാഭകരമായോ, നിനക്ക് പണം ഉണ്ടാക്കാൻ പറ്റിയോ? അപ്പോൾ പൊന്നപ്പൻ പറഞ്ഞു, എൻ്റെ കാര്യം എന്ത് പറയാനാണ്, ഞാനൊരു ഭാഗ്യം കെട്ടവനാണ്. എനിക്ക് അത്ര നല്ലൊരു അവസരം ഉണ്ടായിട്ട് ഒരു ലാഭം ഉണ്ടാക്കാൻ പറ്റിയില്ല, എല്ലാം എൻ്റെ ജ്യേഷ്ഠൻ കൊണ്ടുപോയി. ഇതും പറഞ്ഞുകൊണ്ട് പൊന്നപ്പൻ നടന്ന കാര്യങ്ങളെല്ലാം ഈ വൃദ്ധനോട് പറഞ്ഞു. അപ്പോൾ വൃദ്ധൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇനി എൻ്റെ കയ്യിൽ ഓടക്കോയിലൊന്നുമില്ല, ഞാൻ നിനക്കൊരു ചെണ്ട തരാം. നീ ആ ചെണ്ട കൊട്ടിയാൽ നിനക്ക് നഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം നിനക്ക് തിരിച്ചു കിട്ടും. അങ്ങനെ വൃദ്ധൻ പൊന്നപ്പന് ഒരു ചെണ്ട കൊടുത്തു. പൊന്നപ്പൻ ഈ ചെണ്ടയുമായിട്ട് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിക്ക് വീണ്ടും കണ്ണപ്പനെ കണ്ടു. അപ്പോൾ കണ്ണപ്പൻ വീണ്ടും കളിയാക്കി പൊന്നപ്പനെ. വെറുതെ ചെണ്ടയും കൂട്ടി നടന്നു, ആവശ്യമില്ലാതെ എന്നോട് വഴക്കിന് വന്നിട്ട് നാട്ടുകാരുടെ മുന്നിൽ നീ തന്നെ നാണം കെട്ടു. നിൻ്റെ ഓടക്കോയിൽ ഞാനെങ്ങും എടുത്തിട്ടില്ല, നിൻ്റെ കയ്യിൽ നിന്ന് ഏത് ഓടക്കോയിലാണോ വാങ്ങിയത് ഞാൻ തിരിച്ചു തന്നായിരുന്നു. എന്നിട്ട് വെറുതെ എന്നോട് വഴക്കിന് വന്നിട്ടില്ല. നിനക്ക് പണി ചെയ്യാൻ മടിയാണെങ്കിൽ അതെന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ കുറേ കളിയാക്കിയപ്പോൾ പൊന്നപ്പന് ഭയങ്കര വിഷമം വന്നു. നോക്കുമ്പോൾ നാട്ടുകാരെല്ലാം കൂടിയിട്ടുണ്ട്, എല്ലാവരും കൂടെ ചിരിയാണ്. പൊന്നപ്പൻ നേരെ ഗ്രാമത്തിലെ മുഖ്യൻ്റെ അടുത്ത് പോയി, നാടുവാഴിയുടെ അടുത്ത് പോയി, എന്നിട്ട് പരാതി പറഞ്ഞു. അങ്ങനെ കണ്ണപ്പനെയും പൊന്നപ്പനെയും കൂടെ നാടുവാഴി സഭയിലേക്ക് വിളിപ്പിച്ചു. അവരുടെ ഗ്രാമത്തിലെ ഒരു വലിയ ആലിൻ ചുവട്ടിൽ വെച്ചായിരുന്നു ഈ നാടുവാഴി ഇവരെ തമ്മിൽ വിചാരണ നടത്തിയത്. നാട്ടുകാരെല്ലാം കൂടി, എല്ലാവരും കണ്ണപ്പൻ്റെ ഭാഗത്താണ്. കണ്ണപ്പനാണെങ്കിൽ വളരെ വാചാലമായിട്ട് സംസാരിക്കുകയും ചെയ്തു. ഇവൻ എൻ്റെ അനുജനാണ്, ഇവനൊരു മടിയനാണ്, ഇവനെ ആവുന്നത്ര ഞാൻ സഹായിച്ചു, എന്നിട്ടും ഇവൻ രക്ഷപ്പെടുന്നില്ല, എന്നിട്ട് എന്നോട് വഴക്കിന് വന്നിരിക്കുകയാണ് എന്നൊക്കെയാണ് കണ്ണപ്പൻ്റെ വാദങ്ങൾ. പൊന്നപ്പൻ പറഞ്ഞു, ഞാൻ മറ്റൊന്നും പറയുന്നില്ല, എനിക്ക് എൻ്റെ ഓടക്കോയിൽ തിരിച്ചു കിട്ടണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ കണ്ണപ്പൻ പറയുന്നത്, ഞാൻ ഓടക്കോയിൽ തിരിച്ചു തന്നതാണ്, ഞാനത് തിരിച്ചു കൊടുക്കുന്നതിന് എൻ്റെ പല ജോലിക്കാരും സാക്ഷികളാണ്. ആ ഓടക്കോയിലിന് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലായിരുന്നു താനും, എന്നിട്ടും ഞാനൊരു ഓടക്കോയിൽ തിരിച്ചു കൊടുത്തു. എന്നിട്ടാണ് ഇവനിങ്ങനെയൊക്കെ പറയുന്നത്. നാടുവാഴി പറഞ്ഞു, കണ്ണപ്പൻ പറയുന്നത് കേട്ടാൽ കുറ്റമൊന്നും ചെയ്തതായിട്ട് തോന്നുന്നില്ല. ഒരു ഓടക്കോയിൽ തിരിച്ചു കൊടുക്കുന്നതിന് സാക്ഷികളുമുണ്ട്, പിന്നെ എന്താണ് കുഴപ്പം? പൊന്നപ്പൻ എപ്പോഴും കണ്ണപ്പനോട് ഇങ്ങനെ വഴക്കിടേണ്ട കാര്യമില്ല. നാട്ടുകാരെല്ലാം ഇത് കേട്ട് പൊന്നപ്പനെ നോക്കി കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. ദേഷ്യം വന്ന പൊന്നപ്പൻ തൻ്റെ കയ്യിലിരുന്ന വടി കൊണ്ട് ചെണ്ടക്കിട്ട് ഒറ്റ അടി കൊടുത്തു. പെട്ടെന്ന് നാടുവാഴിയും അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും എല്ലാം വായുവിൽ പൊങ്ങി നിൽക്കാൻ തുടങ്ങി. ഇതൊന്നും കണ്ണപ്പൻ കണ്ടില്ല. കണ്ണപ്പൻ വീണ്ടും 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 ചെണ്ടയിലടിച്ചു. ചെണ്ടയടി മുറുകുന്ന അനുസരിച്ച് വായുവിൽ ഇവരെല്ലാവരും നൃത്തം ചെയ്യാൻ തുടങ്ങി. ആർക്കും താഴെ നിൽക്കാൻ വയ്യ, അനങ്ങാതെ വയ്യ. അവരെല്ലാവരും വായുവിൽ തത്തിച്ചാടി നൃത്തത്തോട് നൃത്തം. പലരും ക്ഷീണിച്ച് ബോധം കെടാറായി, പക്ഷേ നിർത്താൻ പറ്റുന്നില്ല. കണ്ണപ്പനാണെങ്കിൽ ചെണ്ട അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവസാനം വശം കേട്ട കണ്ണപ്പൻ വിളിച്ചു പറഞ്ഞു, പൊന്നപ്പ, ചെണ്ടയടി നിർത്ത്, ഞാൻ തെറ്റുകാരനാണെന്ന് സമ്മതിച്ചു, നിൻ്റെ ഓടക്കോഴി ഞാൻ തിരിച്ചു തന്നേക്കാം, ഞാൻ അറിയാതെ പറ്റിപ്പോയതാണേ.
നാട്ടുകാരും നാടുവഴിയും എല്ലാം ഇത് കേട്ടു. ഇപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് കണ്ണപ്പൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. പൊന്നപ്പൻ ചെണ്ടയടി നിർത്തി. അതോടെ കണ്ണപ്പൻ താഴെ നിന്നു. നാട്ടുകാരെല്ലാം താഴെ വന്നു. കണ്ണപ്പൻ ഓടി തൻ്റെ വീട്ടിൽ പോയി തൻ്റെ അലമാരിയിൽ പാത്ത് വെച്ചിരുന്ന ഓടക്കോലും എടുത്തുകൊണ്ട് വന്നു. കണ്ണപ്പൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത 90 ചാക്ക് നെല്ലും തിരിച്ചു കൊടുത്തു. താൻ എത്രയാണോ വിത്തിനായിട്ട് കൊടുത്തത് അത് മാത്രം തനിക്ക് തിരിച്ചു തന്നാൽ മതിയെന്ന് കണ്ണപ്പൻ പറഞ്ഞു. പൊന്നപ്പൻ എന്നാലും 2 ചാക്ക് കൂടുതൽ നെല്ല് കണ്ണപ്പന് കൊടുത്തു. എന്നിട്ട് തൻ്റെ ഓടക്കോയിലുമായിട്ട് പാടത്തേക്ക് തിരിച്ചു പോയി ചെന്നപ്പോൾ ആ വൃദ്ധനായ സന്യാസി അവിടെ ഇരിപ്പുണ്ട്. പൊന്നപ്പൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ജ്യേഷ്ഠൻ കൊണ്ടുപോയ 90 ചാക്ക് നെല്ലും തിരിച്ചു കിട്ടി. അത് ഇത്ര മതി എനിക്ക് ജീവിക്കാൻ. ഇനി മുതൽ ഞാൻ കൃഷി ചെയ്ത് ജീവിച്ചോളാം. അങ്ങ് ഈ ഓടക്കോയിൽ തിരിച്ചെടുത്തോളൂ. ആവശ്യമുള്ള ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റും. ഈ ചെണ്ടയും അങ്ങ് എടുത്തോളൂ. വൃദ്ധൻ പറഞ്ഞു, കുഞ്ഞെ നീ വളരെ നല്ലവനാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. എന്തായാലും കുറച്ച് കാലം കൂടി ആ ഓടക്കോയിൽ നിൻ്റെ കയ്യിലിരിക്കട്ടെ. നീ കുറച്ച് കാലം കൂടി അതിൻ്റെ സഹായം കൊണ്ട് കൃഷി ചെയ്തിട്ട് കുറച്ച് കൂടുതൽ ഭൂമിയൊക്കെ വാങ്ങി കഴിയുമ്പോൾ ഞാൻ വന്നോളാം. അപ്പോൾ നീ എനിക്ക് തിരിച്ചു തന്നാൽ മതി. അപ്പോൾ നിനക്ക് തിരിച്ചു തരാൻ മടിയാണെങ്കിൽ എൻ്റെ കയ്യിൽ ചെണ്ടയുള്ളെന്നുള്ള കാര്യം നിനക്ക് അറിയാമല്ലോ. അതുകൊണ്ട് നീ എനിക്ക് തിരിച്ചു തരുമെന്ന് ഉറപ്പാണ്. ഇതും പറഞ്ഞുകൊണ്ട് ആ ചെണ്ടയും വാങ്ങി വൃദ്ധൻ പോയി. പൊന്നപ്പൻ ആ ഓടക്കോയിലിൻ്റെ സഹായത്തോടെ കൃഷി ചെയ്ത് നല്ല ലാഭമുണ്ടാക്കുകയും കുറച്ചു കാലങ്ങൾക്ക് ശേഷം ആ വൃദ്ധൻ തിരിച്ചു വന്നപ്പോൾ ആ ഓടക്കോയിൽ ആവശ്യമുള്ള മറ്റാർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് ആ വൃദ്ധന് കൊടുക്കുകയും ചെയ്തു. ഇതാണ് കണ്ണപ്പൻ്റെയും പൊന്നപ്പൻ്റെയും കഥ. ഇഷ്ടമായോ? അടുത്ത കഥ അടുത്ത ദിവസം.